Hello everyone, welcome to ICA lectures. അപ്പോൾ നമ്മളിന്നിവിടെ നമ്മുടെ ഓവർസിയർ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒരു 30 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ സാധാരണ ഓവർസിയർ എക്സാംസിന് ചോദിക്കാറുള്ള കുറച്ച് ടോപ്പിക് എന്നുള്ള ക്വസ്റ്റ്യൻസുകളാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസുകൾ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കമൻറ്റ് സെക്ഷനുകളിൽ ആ ഡൗട്ടുകൾ നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് നോക്കിയിട്ട് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. 1 by 1 ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറഞ്ഞ സമയത്തിനുള്ളിൽ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു ഡിസ്കഷൻ സീരീസിൻ്റെ ഉദ്ദേശം. സോ ക്വസ്റ്റ്യൻ നമ്പർ 1, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ടു ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ പോയിന്റ് O can be represented in magnitude and direction by the two adjacent sides OA and OB of a parallelogram OACB. Then the resultant is represented in magnitude and direction by. അപ്പോൾ നമുക്ക് ഇവിടെ പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത് രണ്ട് ഫോഴ്സസ് തന്നാൽ ആ രണ്ട് ഫോഴ്സസിൻ്റെ റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ് പറയുന്നുണ്ട്. ഓക്കെ, അതുമായി ബേസ് ചെയ്ത് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ, നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ഞാനിവിടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു പോയിന്റ് O എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ്. ആ പോയിന്റിൽ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ടു അഡ്ജസന്റ് സൈഡ് O and B. ഇഫ് ടു ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ പോയിന്റ്, ഒരു പോയിന്റിൽ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ടു ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ പോയിന്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ടു ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ പോയിന്റ് റെപ്രസെന്റിംഗ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ബൈ ദ ടു അഡ്ജസന്റ് സൈഡ്സ് OA and OB of a parallelogram. ഓക്കെ, ടു അഡ്ജസന്റ് സൈഡ്സ് OA and OB of a parallelogram. സോ ഞാനിത് OA എടുക്കുന്നു, ഞാനിത് എന്തെടുക്കുന്നു, OB എടുക്കുന്നു. ക്ലിയർ? ഹിയർ ഇസ് ദ OB ആൻഡ് ഹിയർ ഇസ് ദ OA എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പാരലോഗ്രാം ഏതാന്ന് പറഞ്ഞിട്ടുണ്ട്? OACB ആണ്. അപ്പോൾ നമ്മൾ പാരലോഗ്രാം ഏതൊരു ജിയോമെട്രിയുടെയും പേര് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ഓർഡറിലാണ് എടുക്കുന്നത്. സോ OA ഒന്നുകൂടെ നമ്മൾ എടുക്കുന്നു, C ഇങ്ങോട്ട് എടുക്കുന്നു, B. അപ്പോൾ ഇതാണ് നമ്മുടെ പാരലോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പാരലോഗ്രാം എന്ന് പറയുന്നത്. ആ പാരലോഗ്രാമിൽ നമുക്ക് തന്നിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഒന്ന് OB യും പിന്നെ ഏതാണ്, ഒന്ന് OA ആണ് നമ്മൾ ഏതെന്ന് പറയുന്നത്, ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്, then their resultant is represented magnitude and direction by. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന OAയുടെയും OBയുടെയും റിസൾട്ടൻ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. OAയുടെയും OBയുടെയും റിസൾട്ടൻ്റ് ഏതാണെന്നുള്ളത്. ഏതാണ് റിസൾട്ടൻ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ഇതാ ഈ OC എന്ന് പറയുന്നതായിരിക്കും ഏതെന്ന് പറയുന്നത്, റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. അതാണ് എന്ത് പറയുന്നത്, പാരലോഗ്രാം ലോ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന രണ്ട് ഫോഴ്സ് നിങ്ങൾക്ക് ഒരു പാരലോഗ്രാമിൻ്റെ രണ്ട് സൈഡായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ, ആ പാരലോഗ്രാമിൻ്റെ കോമൺ ഡയഗണലായിരിക്കും നിങ്ങൾ ഏതെന്ന് പറയുന്നത്, റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണല്ലോ പാരലോഗ്രാം ലോ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ പറയാൻ പറ്റും, OA OB ഏതാണ് നമ്മളെ ഇതെന്ന് പറയുന്നത്, റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്, OC ആണ് നമ്മുടെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ D, OC. ഓക്കെ ആണല്ലോ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 2, ഇഫ് ദ സ്പീഡ് ഓഫ് എ പാർട്ടിക്കിൾ എലോങ് എ കേർവ്ഡ് പാത്ത്. അപ്പോൾ ഞാനൊരു സർക്കുലർ മോഷൻ എടുക്കുന്നു, കേർവ്ഡ് പാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കുലർ മോഷൻ എടുക്കുന്നു. കോൺസ്റ്റന്റ്, ഓക്കെ, സ്പീഡ് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ. നമുക്ക് ഡിഫറെൻറ്റ് എക്സാംസിന് പല രീതിയിലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. ടാൻജൻഷ്യൽ ആക്സലറേഷൻ ഈസ് 0, നോർമൽ ആക്സലറേഷൻ ഈസ് നോൺ സീറോ, നോർമൽ ആക്സലറേഷൻ ഈസ് 0, ടാൻജൻഷ്യൽ ആക്സലറേഷൻ ഈസ് നോൺ സീറോ, ബോത്ത് ടാൻജൻഷ്യൽ ആൻഡ് നോർമൽ ആക്സലറേഷൻ ആർ 0, നൺ ഓഫ് ദി അബോ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ സാധാരണ ലീനിയർ മോഷനിലാണെങ്കിൽ നിങ്ങളോട് ഒരാൾ പറയുന്ന ഒരു ബോഡി മൂവ് ചെയ്യുന്നുണ്ട്. ആ ബോഡി മൂവ് ചെയ്യുന്ന സമയത്ത് സ്പീഡ് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ ഒരു ലീനിയർ മോഷനിൽ ഒരു ബോഡി മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്പീഡ് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ എന്താണ് എഴുതാറ്, ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതും അല്ലേ. സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിടും, ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു 0. ഓക്കെ, പക്ഷേ ഒരു സർക്കുലർ മോഷനിൽ വന്നാൽ നിങ്ങളോട് ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്, ഈ ബോഡി മൂവ് ചെയ്യുന്ന ഈ ബോഡി എന്താണെന്ന് പറഞ്ഞു, ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. സ്പീഡ് എന്ന് പറയുന്നത് എന്താണോ നമ്മൾ അവിടെ പറഞ്ഞ പോലെ തന്നെ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, സ്പീഡ് കോൺസ്റ്റന്റ് ആണ്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ട് വെലോസിറ്റി കമ്പൗണ്ട് ആണ് ഒരു സർക്കുലർ മോഷൻ അല്ലെങ്കിൽ ഒരു കർവ്ഡ് പാത്തിൽ മൂവ് ചെയ്യുന്ന ഒരു ബോഡിക്ക് രണ്ട് ആക്സലറേഷൻ്റെ രണ്ട് കമ്പൗണ്ടാണ് വന്നത്. ഒരു കമ്പൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, ഒന്നെന്ന് പറയുന്നത് നോർമൽ കമ്പൗണ്ട് ആയിരിക്കും. അതെങ്ങോട്ടായിരിക്കും, നോർമൽ കമ്പൗണ്ട് ടുവേർഡ്സ് ദി സെൻറ്റർ. ഓക്കെ, ടുവേർഡ്സ് ദി സെൻറ്റർ. ടാൻജൻഷ്യൽ ആക്ഷൻ, നോർമൽ ആക്സലറേഷൻ. ഇതാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് നോർമൽ ആക്സലറേഷൻ എന്ന് പറയുന്നത്. അടുത്ത ടാൻജൻ്റ് എങ്ങോട്ടായിരിക്കും, അടുത്ത കമ്പൗണ്ട് എങ്ങോട്ടായിരിക്കും, ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും. ഓക്കെ, ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത്, ടാൻജൻഷ്യൽ കമ്പൗണ്ട്. ഓക്കെ ആണോ. സോ ഒരു ബോഡി സ്പീഡായിട്ട്, അതായത് സ്പീഡ് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് സർക്കുലർ മോഷനിൽ അല്ലെങ്കിൽ കേർവ്ഡ് മോഷനിൽ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്, നോർമൽ ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ടാൻജൻഷ്യൽ ആക്സലറേഷൻ എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ് എലോങ് എ കർവ്ഡ് പാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ബോഡി കർവ്ഡ് പാത്തിൽ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിൻ്റെ നോർമൽ ആക്സലറേഷൻ എന്താവില്ല, 0 ആവില്ല. നോർമൽ ആക്സലറേഷൻ 0 ആണെങ്കിൽ അത് കർവ്ഡ് പാത്ത് നിന്ന് മാറിയിട്ടേ മൂവ് ചെയ്യും. ഓക്കെ ആണല്ലോ. സോ ഇവിടെ എലോങ് എ കർവ്ഡ് പാത്ത് എന്ന് പറയുന്നുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, നോർമൽ ആക്സലറേഷൻ ഈസ് നോട്ട് 0 എന്ന് പറയാം. പിന്നെ സ്പീഡ് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോട്
പറഞ്ഞിട്ടുണ്ട് സ്പീഡ് കോൺസ്റ്റന്റ് ആണെന്നുണ്ട്. സ്പീഡ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എന്തായിരിക്കും ടാൻജൻഷ്യൽ ആക്സലറേഷൻ എന്തായിരിക്കും 0 ആയിരിക്കും. ഓക്കെ ഉള്ള അപ്പോൾ ഏതാണ് നമ്മൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ. ടാൻജൻഷ്യൽ ആക്സലറേഷൻ ഈസ് 0 ബട്ട് നോർമൽ ആക്സലറേഷൻ ഈസ് എ നോൺ സീറോ വാല്യൂ. ഓക്കെ ക്ലിയർ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 3 ചെറിയൊരു പ്രോബ്ലം ആണ്. നമ്മളെ ഓവർസിയർ എക്സാംസിനൊക്കെ നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ന്യൂമറിക്കൽസ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് എ ബോഡി മൂവ്സ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ്സ് ഇക്വേഷൻ ഓഫ് മോഷൻ ഈസ് ഗിവൺ ബൈ. അതിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ നിങ്ങൾക്ക് തന്നിട്ട് എന്താണ്? എസ് ഇസ് ഈക്വൽ ടു ടി ക്യൂബ് പ്ലസ് 8t square minus 5. 8t square minus 5. Then the distance it will travel in 1 second. ഒരു സെക്കൻഡിൽ അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് എസ് ഇൻ 1 സെക്കൻഡ്. എസ് ആണല്ലോ നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. എസ് ഇൻ 1 സെക്കൻഡ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. എസ് ഇൻ 1 സെക്കൻഡ്. എന്താണ് 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ? എന്താണ് 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുള്ളത്? ഇവിടെ 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ടി അല്ലേ? സോ ടി സീക്വൽ ടു ആണ് അവരെന്ന് പറയുന്നത് എന്ത് എന്ന് പറയുന്നത്? 1 സെക്കൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ടി ആണ് അവർ പറയുന്നത് ഏത് എന്ന് പറയുന്നത്? 1 സെക്കൻഡ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നേരെ എന്ത് ചെയ്യുന്നു? ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുന്നു. നേരെ ആ ഇക്വേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. ഓക്കെ ആണല്ലോ. സോ എന്താ കിട്ടുക? എസ് ഇസ് ഈക്വൽ ടു എന്താണ് 1 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 1 ക്യൂബ് പ്ലസ് 8 into 1 square minus 5. So that's equal 1 plus 8 9, 9 minus 5 is equal to 4. ഓക്കെ ആണല്ലോ. അപ്പോൾ 4 യൂണിറ്റ് നമുക്ക് ഇവിടെ യൂണിറ്റ് വന്നിട്ടില്ല, അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? 4 യൂണിറ്റ്. ഓക്കെ, 4 യൂണിറ്റ്. സോ ഏതാണ് ആൻസർ? ഓപ്ഷൻ എ, 4 യൂണിറ്റ്. ക്ലിയർ. Then next, if the linear momentum of a particle, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. If the linear momentum of a particle is increased by 50%, ലീനിയർ മൊമെന്റം നമുക്കറിയാം. ലീനിയർ മൊമെന്റിന്റെ ഇക്വേഷൻ ഞാൻ പി എന്ന് എടുക്കുന്നു. ലീനിയർ മൊമെന്റം പി ഈക്വൽ എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ? മാസ് ഇൻറ്റു വെലോസിറ്റി. ദെൻ ഇറ്റ്സ് കൈനറ്റിക് എനർജി വിൽ ഇൻക്രീസ് ബൈ. ഈ മൊമെന്റം 50% ഇൻക്രീസ് ചെയ്ത കൈനറ്റിക് എനർജി എത്ര പെർസെൻറ്റേജ് ആണ് ഇൻക്രീസ് ചെയ്യാന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ അറിയാം. എന്താണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ? ½ mv². ഓക്കെ ആണല്ലോ, ½ mv². അപ്പോൾ ഞാൻ രണ്ടും ഇനീഷ്യൽ മൊമെൻ്റ് ആണ് ഞാൻ എന്തെടുത്തിട്ടുള്ളത്? mv എടുത്തിട്ടുള്ള ഇനീഷ്യൽ കൈനറ്റിക് എനർജിയാണ് ½ mv² എന്ന് എടുത്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. 50% ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞതാണ് നമ്മുടെ ഫൈനൽ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ അത്രയാണ്. ഞാനിത് P1 ഇത് കൈനറ്റിക് എനർജി 1 കൊടുക്കുന്നു. ഓക്കെ ആണല്ലോ. mv1 കൊടുക്കുന്നു, അതുപോലെ ഇവിടെ mv². നമ്മൾ മാസ് മാറുന്നില്ല, കാരണം എന്താണ്? സെയിം ബോഡി തന്നെ പറഞ്ഞിട്ടുള്ളത്. ഓഫ് എ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പാർട്ടിക്കിൾ മാറുന്നില്ല, അതുകൊണ്ട് മാസ് മാറുന്നില്ല. ഓക്കെ ആണല്ലോ. സോ വെലോസിറ്റി, ആദ്യത്തെ വെലോസിറ്റി ആയ സമയത്ത് മൊമെന്റ് എന്തായിരുന്നു? മാസ് ഇൻറ്റു വെലോസിറ്റി. കൈനറ്റിക് എനർജി എന്താണ്? ½ ഇൻറ്റു മാസ് ഇൻറ്റു വെലോസിറ്റി സ്ക്വയർ. ഓക്കെ, പിന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ലീനിയർ മൊമെന്റം ഓഫ് പാർട്ടിക്കിൾ ഈസ് ഇൻക്രീസ്ഡ് ബൈ 50%. അതായത് നമ്മൾ എന്തോ ചെയ്ത സമയത്ത്, വെലോസിറ്റി കൂട്ടിയ സമയത്ത് എന്ത് ചെയ്തു? നമ്മൾ ലീനിയർ മൊമെന്റം ഇൻക്രീസ് ചെയ്തു. ഓക്കെ ആണല്ലോ. ആ ഇൻക്രീസ് ചെയ്ത് എത്രയെന്ന് പറയുന്നുണ്ട്? 50%. 50% എത്രയിടോ? ആദ്യം ഒരു വാല്യൂ ഉണ്ട്, അതിൻ്റെ ഹാഫും കൂടെ കൂടി. അപ്പോൾ ആദ്യത്തെ വാല്യൂ P1 ആയിരുന്നു. ആ P1ൻ്റെ ഒരു ഹാഫും കൂടെ കൂടിയാൽ 0.5 P1 ഇൻക്രീസ് ചെയ്തു. അതായത് ആദ്യം P1 ആയിരുന്നു, പ്ലസ് എന്ത് ചെയ്തു? ഇപ്പോൾ ഒരു 0.5 P1 ഇൻക്രീസ് ചെയ്തു. അപ്പോൾ എത്ര കിട്ടുന്നത്? 1.5 P1 ആണ് ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് എങ്ങനെ എഴുതാം? 1.5 P1 എന്ന് പറഞ്ഞാൽ 1.5 മാസ് ഇൻറ്റു V1. ഓക്കെ, 1.5 മാസ് ഇൻറ്റു V1. സോ നമുക്കറിയാം P2 എന്ന് പറഞ്ഞാൽ എന്താണ്? P2 സീക്വൽ എഴുതുകയാണെങ്കിൽ എന്ത് എഴുതാം? m ഇൻറ്റു V2 എന്ന് എഴുതാം. m ഇൻറ്റു V2 സീക്വൽ എത്രയാണ്? 1.5 m ഇൻറ്റു V1. ഓക്കെ, 1.5 m ഇൻറ്റു V1. രണ്ട് V1 ക്യാൻസൽ ചെയ്ത് നമുക്ക് V2 എന്ത് കിട്ടും? V2 സീക്വൽ ടു 1.5 V1. അതായത് രണ്ടാമത്തെ മൊമെൻറ്റം 50% ഇൻക്രീസ് ചെയ്ത സമയത്ത്, 50% ഇൻക്രീസ് ചെയ്ത സമയത്ത് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50% ഇൻക്രീസ്ഡ് ബൈ. വെലോസിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്? 50%. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജി 2 കണ്ടുപിടിക്കാമല്ലോ. നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? എന്താണ്? കൈനറ്റിക് എനർജി വിൽ ഇൻക്രീസ് ബൈ എന്നാണ് പറഞ്ഞത്. ഇൻക്രീസ് 2 എന്നല്ല കേട്ടോ, അത് രണ്ടും ശ്രദ്ധിക്കണം. ഇൻക്രീസ് 2 എന്ന് പറയുമ്പോൾ എത്രത്തേലോട്ടാണ് ഇൻക്രീസ് ചെയ്തതെന്നുള്ളതാണ്. ഇൻക്രീസ് ബൈ എന്ന് പറയുമ്പോൾ എത്രയാണ് കൂടിയതെന്നാണ്. ഞാൻ കാണിച്ചു തരാം. സോ കൈനറ്റിക് എനർജി സീക്വൽ ടു 2 സീക്വൽ ടു ½ ഇവിടെ V1 ആയിരുന്നു, V1². mv2² എന്നാണ്. V2 എത്രയാണ് ഇവിടെ? 1.5 V1 ആണ്. 1.5 V1² അല്ലേ? കൈനറ്റിക് എനർജി 2 എന്ന് എഴുതുമ്പോൾ ½ mv2² ആണ് വേണ്ടത്. സോ ½ m 1.5 V1². സോ ദാറ്റ്സ് ഈക്വൽ ടു ½ m. 1.5ൻ്റെ എത്രയാണ് വരുന്നത്? 15ൻ്റെത് 225 ആണ്. സോ ഇവിടെ 2.25 V1². സോ ദാറ്റ്സ് ഈക്വൽ ടു 2.25 ½ m V1² എന്ന് പറഞ്ഞാൽ എന്താണ്? കൈനറ്റിക് എനർജി 1 അല്ലേ? കൈനറ്റിക് എനർജി 1. സോ 2.25 കൈനറ്റിക് എനർജി 1 കിട്ടും. 2.25 കൈനറ്റിക് എനർജി 1 അല്ലേ?
ഹാഫ് എം വി വൺ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് എം വി വൺ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? കൈനറ്റിക് എനർജി 1 ആണ്. അപ്പോൾ നമ്മളോട് ഇൻക്രീസിൽ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? എതിലോട്ടാണ് കൂടിയത്? 2.25 കൂടിയിട്ടുണ്ട്. പക്ഷേ എത്രയാണ് കൂടിയത്? ആദ്യത്തേത് കൈനറ്റിക് എനർജി ആയിരുന്നു. ഓക്കെ, കൈനറ്റിക് എനർജി ഹാഫ് എം വി വൺ സ്ക്വയർ ആയത് 2.25 കൈനറ്റിക് എനർജി 1 ആണ് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? നമുക്ക് 1.25 ആണ് കിട്ടുന്നത്. ഓക്കെ, നമ്മളോട് എത്രയാണ് കൂടിയിട്ടുള്ളതെന്ന് വെച്ചാൽ എത്രയാണ് കൂടിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്രയാണ് കൂടിയിട്ടുള്ളത്? കൈനറ്റിക് എനർജി 2 എന്ന് നമ്മൾ എന്ത് ചെയ്യുക? കൈനറ്റിക് എനർജി 1 മൈനസ് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു കൈനറ്റിക് എനർജി 2 എത്രയാണ്? 2.25 കൈനറ്റിക് എനർജി 1 മൈനസ് കൈനറ്റിക് എനർജി 1. സോ ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 1.25 കൈനറ്റിക് എനർജി 1. അപ്പോൾ അത്രയാണ് നമുക്ക് എന്ത് ചെയ്തത്? കൂടിയത്. 1.25 കൈനറ്റിക് എനർജി 1 ആണ് നമുക്ക് എന്ത് ചെയ്തത്? ഇൻക്രീസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഏതാണ് നമ്മൾ ആൻസർ വരുന്നത്? ഏതാണ് നമ്മൾ ക്വസ്റ്റനിൽ ഏതാണ് ആൻസർ വരുന്നത്? ഇറ്റ്സ് കൈനറ്റിക് എനർജി വിൽ ഇൻക്രീസ് ബൈ 125%. 1.25 എന്ന് പറയുമ്പോൾ 1.25 ഇൻക്രീസ് ചെയ്തു എന്ന് പറയുമ്പോൾ 125%. ഓക്കെ, ആൻസർ ഈസ് 125%. ഓക്കെ, നല്ലൊരു ക്വസ്റ്റൻ ആണ്. ദെൻ നെക്സ്റ്റ്, ദ പാത്ത് ട്രേസ്ഡ് ബൈ എ പ്രൊജക്ടൈൽ ഈസ് കോൾഡ്. സിമ്പിളാണ്. നമ്മളൊരു പ്രൊജക്ടൈൽ മോഷൻ എടുത്താൽ ഇങ്ങനെ പ്രൊജക്ടൈൽ മോഷൻ എടുക്കുന്നു. ഇതാണ് ഞാൻ ബോഡി ഇവിടുന്ന് ത്രോ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ത്രോ ചെയ്യുന്ന വെലോസിറ്റിയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? നമ്മൾ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ നമ്മൾ ഒറിജിനലായിട്ട് എന്ത് ആംഗിൾ മേക്ക് ചെയ്യുന്ന ആംഗിളിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹോറിസോണ്ടലായിട്ട് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് അത് ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുന്ന പോയിന്റ് വരെയുള്ള ഈ ഹോറിസോണ്ടൽ ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റേഞ്ച് അല്ലെങ്കിൽ ഹോറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊന്നല്ല നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമ്മളോട് എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഈ ട്രേസ് ചെയ്യുന്ന പാത്ത്, ഈ പാത്തിന് നമ്മൾ എന്ത് പറയുന്നതാണ്? ഈ പാത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രാജക്ടറി എന്ന് പറയുന്നത്. ഈ പാത്തിനെ നമ്മൾ ട്രാജക്ടറി എന്ന് പറയുന്നത്. അതിൻ്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? പാരാബോളിക് ആയിരിക്കും. ഇതും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഒരു പ്രൊജക്ടൈൽ മോഷൻ്റെ ട്രാജക്ടറിയുടെ പാത്ത് എങ്ങനെയായിരിക്കും? പാത്ത് എങ്ങനെയാണ്? പാത്തിൻ്റെ പ്രൊഫൈൽ അല്ലെങ്കിൽ പാത്ത് എങ്ങനെയാണ് വരുന്നത്? പാരാബോളിക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളോട് ഇവിടെ പാത്തിന് പറയുന്ന പേരാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ, ട്രാജക്ടറി. ക്ലിയർ? ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 6. A person runs over a ground. The nature of friction between his shoes and the ground is. ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഗ്രൗണ്ട് എടുക്കുന്നു. ഞാൻ ആ ഗ്രൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഓടുന്നുണ്ട്. അങ്ങനെ ഓടുമ്പോൾ അയാളുടെ കാലും, അയാളുടെ നാച്ചർ ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ഇഷ്യൂ, അയാളുടെ ഷൂവും അതുപോലെ ഇതാണ് പുള്ളിയുടെ ഷൂവും ഈ ഗ്രൗണ്ടും തമ്മിലുള്ള ഫ്രിക്ഷൻ എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, കൈനറ്റിക് ഫ്രിക്ഷൻ, റോളിംഗ് ഫ്രിക്ഷൻ, നൺ ഓഫ് ദി അബോ. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഡൗട്ട് വരും. നിങ്ങൾക്ക് അറിയാം ഫ്രിക്ഷൻ നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൈനറ്റിക് ഫ്രിക്ഷനും പറയുന്നുണ്ട്. എന്താണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാലോ? എന്താണ് നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്? ഒരു ബോഡി റെസ്റ്റിൽ നിൽക്കുന്ന സമയത്ത് അത് മൂവ് ചെയ്ത് റെസ്റ്റിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ വരുന്നതാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ ബോഡി കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന ഫ്രിക്ഷനാണ് കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ നമ്മൾ കേസ് എടുത്താൽ അപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇവിടെ ഒരാൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അയാൾ മൂവ്മെൻറ്റിലല്ലേ എന്നുള്ളത്. ബട്ട് അയാൾ കാല് വെച്ച് പിന്നെ കാല് എടുക്കുന്ന സമയത്ത് റെസ്റ്റ് എന്നാണ് എടുക്കുന്നത്. വീണ്ടും അടുത്ത കാലം എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ വെക്കുന്നുണ്ട്. ഓക്കെ, വെച്ചിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? അവിടെ വീണ്ടും എടുക്കുന്നു. നമ്മൾ ആ കാലം എന്ത് ചെയ്യുന്നില്ല? കാല് സ്ലൈഡ് ചെയ്ത് മൂവ് ചെയ്യുന്നില്ല, കാല് സ്ലൈഡ് ചെയ്ത് പോകുന്നില്ല. അപ്പോൾ മാത്രമേ നമ്മൾ എന്ത് പറയുള്ളൂ? ഡൈനാമിക് അല്ലെങ്കിൽ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കാല് റോൾ ചെയ്ത് പോകണം. ഇവിടെ എന്താണ്? കാലൊരു വെച്ചിട്ട് അവിടെ തന്നെ എടുക്കുന്നു. അതായത് ആ പോയിന്റിൽ വെച്ചിട്ട് എടുക്കുന്ന സമയത്ത് റെസ്റ്റ് എന്നാണ് എന്ത് ചെയ്യുന്നത്? അത് ഫ്രിക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് ഇവിടെ വരുന്നത്. അവിടെ അയാളുടെ ഷൂവും ആ ഗ്രൗണ്ടും തമ്മിലുള്ള, പുള്ളിയുടെ ഷൂവും ഗ്രൗണ്ടും തമ്മിലുള്ള ഈ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയിരിക്കും. ഓക്കെ, കാരണം അവിടെ നിന്ന് വെച്ചിട്ട് അങ്ങ് എടുക്കുന്നതാണ്. അപ്പോൾ ഏതാണ് വരുന്നത്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് വരുന്നത്. ഓക്കെ, ക്ലിയർ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റൻ നമ്പർ 7. ഇഫ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റെക്ടാങ്കുലർ സെക്ഷൻ ഈസ് ടു ബി ഡബിൾഡ്. ഒരു റെക്ടാങ്കുലർ സെക്ഷൻ എടുക്കുന്ന ഞാൻ അതിൻ്റെ വിഡ്ത്ത് ബി എടുത്തു, ഹൈറ്റ് എച്ച് എടുത്തു. ഓക്കെ, വിഡ്ത്ത് ബി എടുത്തു, ഹൈറ്റ് എച്ച് എടുത്തു. ദെൻ എന്താണോ അതിൻ്റെ ഇതെന്ന് പറയുന്നത്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് I is equal to BH³ divided by 12. I is equal to BH³ divided by 12. ഓക്കെ ആണല്ലോ. ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി റെക്ടാങ്കുലർ സെക്ഷൻ ഈസ് ടു ബി ഡബിൾഡ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ത് ചെയ്യണം? ഡബിൾ ചെയ്യണം. നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഡബിൾ ചെയ്യണം. എന്ത് ചേഞ്ച് ചെയ്യാൻ പാടില്ല? സെയിം വിഡ്ത്ത് തന്നെ. ബി എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കണം? ബി എൻ ആയിരിക്കണം. ഓക്കെ, ബി എന്ന് പറയുന്നത് ബി എൻ ആയിരിക്കണം. അല്ല, നമ്മളോട് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആ റെക്ടാങ്കുലർ സെക്ഷൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഡബിൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഡബിൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സെയിം വിഡ്ത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് എച്ച് ഹാസ് ടു ബി ഇൻക്രീസ് ഇട്ടു. ഹൈറ്റ് എന്ത് ചെയ്യണം? എച്ച് മാറിയിട്ടുണ്ടാവും. ഞാൻ അതിന് എച്ച് ഡാഷ് എന്ന് എടുക്കുന്നു. എച്ച് മാറിയിട്ടുണ്ടാവും, എച്ച് കൂടിയിട്ടുണ്ടാവും. ഓക്കെ, കാരണം ബി കൂടാതെ ഐ കൂടിയിട്ടുണ്ടെങ്കിൽ എന്താണ്? എച്ച് കൂടിയിട്ടുണ്ടാണ്. അപ്പോൾ നമ്മളോട് ഏതാ കണ്ടുപിടിക്കാൻ പറ്റുള്ളത്? ആ എച്ച് ഡാഷ് ആണ് നമ്മളോട് എന്ത് ചെയ്തിട്ടുള്ളത്? കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എച്ച് ഡാഷ് ആണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളത്. സോ 2I is equal to, നമുക്കറിയാം 2I is equal to എന്താ വരുന്നത്? 2 into BH³ divided by 12. 2I is equal to 2 into BH³ by 12. ആ 2 BH³ by 12 എന്ന് പറയുന്നത് ഓക്കെ ഈക്വൽ ടു എന്തായിരിക്കും? മറ്റിൻ്റെ 1 B into
എച്ച് ഡാഷ് ക്യൂബ് ബി ഇൻറ്റു എച്ച് ഡാഷ് ക്യൂബ് ബൈ 12 ആയിരിക്കും. ഓക്കെ, കാരണം എന്താണ്, നമ്മൾ ഈ 2i എന്ന് പറഞ്ഞാൽ എന്താണ്, ഐ ഡാഷ് ആണ് അല്ലേ, രണ്ടാമത് വന്ന ഐ ആണ്, ഐ ഡാഷ് ആണ് 2i എന്ന് പറയുന്നത്. ഐ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബി ഡാഷ് എച്ച് ഡാഷ് ഡിവൈഡഡ് ബൈ 12 ആയിരിക്കും. ബി ഡാഷ് എച്ച് ഡാഷ് ക്യൂബ്. അപ്പോൾ ബി ഡാഷും ബിയും ഒന്ന് തന്നെയാണ്, ബി ഡാഷും ബിയും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ എന്തെടുത്ത് ബി ഡാഷ് എച്ച് ഡാഷ് ക്യൂബ് ബൈ 12. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബി ഡാഷും ബിയും എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ബി ഡാഷും ബിയും ക്യാൻസൽ ചെയ്യാം. 12 ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താണ് വരുന്നത്, എച്ച് ഡാഷ് ക്യൂബ് ഈക്വൽ ടു 2h ക്യൂബ് എന്ന് വരും. 2h ക്യൂബ്. ഓക്കെ, നമ്മൾ ക്യൂബ് റൂട്ട് എടുക്കുമ്പോൾ എന്ത് വരും, എച്ച് ഡാഷ് ഈക്വൽ ടു 2ൻ്റെ ക്യൂബ് റൂട്ട് എത്രയാടോ, 1.26 എച്ച്. ഓക്കെ, 2ൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് 1.26 ഇൻറ്റു എച്ച്. 1.26 ഇൻറ്റു എച്ച്. സോ അതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി, 1.26 ഇൻറ്റു എച്ച്. Okay, clear. Then next question, the force acting on a body moving in a circular path and along the radius away from the center of path is called. Force acting on a body, ഒരു സർക്കുലർ പാത്തിൽ, നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്ന ഒരു ബോഡിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സെൻറ്ററിൽ നിന്ന് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു സെൻറ്ററിൽ നിന്ന് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതൊന്നെങ്കിൽ എന്താവാം, നമ്മളെ റേഡിയസിന് എവേ ആയിരിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, റേഡിയസിന് ടുവേർഡ്സ് ആയിരിക്കാം. ഓക്കെ, റേഡിയസിന് എവേ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, ആ ഫോഴ്സിനെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയും. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയും. റേഡിയസിന് ടുവേർഡ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, സെൻട്രിപിറ്റൽ ഫോഴ്സ്. അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതൊരു ഫോഴ്സിനും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു റിയാക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ സെൻട്രിഫ്യൂഗലിന്റെ ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ് സെൻട്രിപിറ്റൽ. സെൻട്രിപിറ്റലിന്റെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ് ഇതെന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ എന്ന് പറയുന്നത്. രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്, സെയിം ആയിരിക്കും. ഓക്കെ, ഏത് കേസ് എടുത്താലും മാഗ്നിറ്റ്യൂഡ് ഓഫ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഈസ് ആൾവേസ് ഈക്വൽ ടു എന്താണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് സെൻട്രിപിറ്റൽ ഫോഴ്സ് ആയിരിക്കും. ഡയറക്ഷൻ മാത്രം ഓപ്പോസിറ്റ് ഉള്ളൂ, രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ നമ്മളോട് ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ബോഡി മൂവിംഗ് ഇൻ എ സർക്കുലർ പാത്ത് ആൻഡ് അലോങ് ദി റേഡിയസ് എവേ ഫ്രം ദി സെൻറ്റർ ഓഫ് പാത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എവേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എവേ ഫ്രം ദി സെൻറ്റർ ഓഫ് പാത്ത് എന്ന് പറയുമ്പോൾ ഏതാണ് ഉദ്ദേശിക്കുന്നത്, എവേ ഫ്രം ദി സെൻറ്റർ ഓഫ് പാത്ത് എന്ന് പറയുമ്പോൾ ഏതാണ് ഉദ്ദേശിക്കുന്നത്, സെൻട്രിഫ്യൂഗൽ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. Clear. Then next, the distance traveled by a car moving at a velocity of 20 meter per second. So initial velocity നമുക്ക് തന്നിട്ടുണ്ട് 20 meter per second. If it stops ആണ്, final velocity എന്തായിരിക്കും, 0. ഫൈനൽ വെലോസിറ്റി എന്തായിരിക്കും, 0. ഓക്കെ, ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട് 20 മീറ്റർ പെർ സെക്കൻഡ്. ആൻഡ് ഇഫ് ഇറ്റ് സ്റ്റോപ്സ് ഇൻ 4 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി 0. ടൈം തന്നിട്ടുണ്ട് എത്രയാണ്, 4 സെക്കൻഡ്. ഓക്കെ, 4 സെക്കൻഡ്. അപ്പോൾ അത് നിർത്തുന്നതിന് മുമ്പ് അത് എത്ര ഡിസ്റ്റൻസ് എസ് ട്രാവൽ ചെയ്തിട്ടുണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എസും യുവും വിയും ടിയും കൂടെ മൂന്നും കൂടെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ നമുക്കില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം ആക്സലറേഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, എന്താണ് ആക്സലറേഷൻ വരുന്നത്, വി ഈക്വൽ ടു യു പ്ലസ് എ ടി. ഓക്കെ ആണല്ലോ. സോ വി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0 ആണ്. സോ -20. 0 is equal to 20 plus a into 4. 20 plus a into 4. So a is equal to എന്താണ് വരുന്നത്, നമുക്ക് -5 meter per second. Meter per second square. -5 meter per second square. ഇനി നമുക്ക് ഏത് ഇക്വേഷൻ കണ്ടുപിടിക്കാം, എസ് ആണ് നമുക്ക് വേണ്ടത്. എസ് is equal to, അല്ലെങ്കിൽ വി സ്ക്വയർ is equal to u square plus 2as. വി സ്ക്വയർ is equal to u square plus 2as. ഇക്വേഷൻ യൂസ് ചെയ്യാം. വി സ്ക്വയർ 0 ആണ്. ഓക്കെ, വി സ്ക്വയർ 0 ആണ് വരുന്നത്. സോ 2as നമുക്ക് എന്ത് കിട്ടും, ഓക്കെ, വി സ്കോർ 0 ആണ്. സോ 2as is equal to, യു സ്കോർ എന്ന് പറയുമ്പോൾ 20യുടെ സ്കോർ, 20 × 20 400. ഓക്കെ, 20 × 20 400. നൗ s is equal to 400 divided by 2a, 2 × 5. So that's equal to 10. 2 × 5 10, 400 by 10 എന്ന് പറയുമ്പോൾ 40. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്, 40 മീറ്റർ. ആക്സലേഷൻ നെഗറ്റീവ് ആണ് നോക്കേണ്ട. ആക്സലേഷൻ നെഗറ്റീവ് ആയത് എന്തുകൊണ്ടാണോ, ആക്സലേഷൻ നെഗറ്റീവ് ആയതുകൊണ്ടാണ് അവിടെ റിട്ടാർഡേഷൻ ആണ് വരുന്നത്. സോ ഇവിടെ ഏതാണ് നമ്മൾ ആൻസർ എന്ന് പറയുന്നത്, ഓപ്ഷൻ സി 40 മീറ്റർ. ഓപ്ഷൻ സി 40 മീറ്റർ. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ഇഫ് 2 ഫോഴ്സസ് 8 kN and 6 kN ആക്ട്സ് അറ്റ് റൈറ്റ് ആംഗിൾ ടു ഈച്ച് അതർ, ദ റിസൾട്ടന്റ് ഫോഴ്സ് വിൽ ബി. എന്താണ് റിസൾട്ടന്റ് കാണാനുള്ള ഇക്വേഷൻ, ആർ is equal to √p² plus q² plus 2pq cos theta. R is equal to p² plus q² plus 2pq cos theta. So that's equal to, ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഇവിടെ ഈ തീറ്റ എന്ന് പറഞ്ഞാൽ രണ്ട് ഫോഴ്സും തമ്മിലുള്ള ആംഗിളാണ്, പിയും ക്യൂവും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. ഹിയർ ദേ ആർ റൈറ്റ് ആംഗിൾ ടു ഈച്ച് അതർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ തീറ്റ ഈക്വൽ എന്താണ്, 90 ഡിഗ്രി. തീറ്റ 90 ഡിഗ്രി ആൻഡ് ഈ കംപ്ലീറ്റ് ടേം എന്താണ് വരിക, 0 ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ആൻസർ എന്താണ്, √p². p² എന്ന് പറയുമ്പോൾ 8² plus q² എന്ന് പറയുമ്പോൾ 6². സോ ദാറ്റ്സ് ഈക്വൽ ടു 64 plus 36. 64 plus 36 ദാറ്റ്സ് ഈക്വൽ ടു 100. 100 റൂട്ട് എന്ന് പറയുന്നത് 10. സോ 10 kN. അവർ ആൻസർ ഈസ്
10 kilonewton. Option B is our answer, 10 kilonewton. Okay. Then question number 11. Moment of inertia of a square of side 12 centimeter. ഒരു സ്ക്വയർ എടുക്കുന്നു, സ്ക്വയറിൻ്റെ സൈഡ് നമുക്ക് എന്ത് തന്നിട്ടുണ്ട് 12 സെൻറ്റിമീറ്റർ. ഹിയർ ആൾസോ 12 സെൻറ്റിമീറ്റർ, ഹിയർ ആൾസോ 12 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് ഏത് ആക്സ് ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല, നമ്മൾ ഏതാണ് എടുക്കേണ്ടത്? സെൻട്രോയിഡൽ ആക്സ് എടുക്കുക. നമ്മൾ എന്ത് ചെയ്യുന്നു? സെൻട്രോയിഡൽ ആക്സിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് കണ്ടുപിടിക്കുന്നു. ഓക്കെ, സെൻട്രോയിഡൽ ആക്സിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് കണ്ടുപിടിക്കുന്നു. എന്താണ് ഇക്വേഷൻ എന്ന് പറയുന്നത്? ഐ ഇസ് ഈക്വൽ ടു നമുക്കറിയാം BDQ/12. ഇവിടെ ബിയും ഡി ഒക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ബി എന്ന് പറയുന്നത് 12 ആണ്, ഡി എന്ന് പറയുന്നത് 12 ആണ്. 12 × 12 cube divided by 12. So 12 get cancelled. 12 cube എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1728 centimeter raised to 4. 1728 centimeter raised to 4. So direct question ആണ്. Our answer is option D. Okay, option D. Question number 12. The recoil of gun is an example of. Recoil of gun എങ്ങനെയാണ് വരുന്നത്? നമ്മളൊരു ആക്ഷൻ കൊടുക്കുമ്പോൾ അവിടെ ഏതായിരുന്നു? തിരിച്ചുള്ള റിയാക്ഷൻ ആണ് ഇതെന്ന് പറയുന്നത് recoil of gun എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? അപ്പോൾ ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വലൻ്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് ന്യൂട്ടൺസ് ലോ ആണ് അവിടെ അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അതേതാണ് വരുന്നത്? ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ ആണ് ഏത് പറയുന്നത്? recoil of gun is an example. ന്യൂട്ടൺ തേർഡ് ലോ ഉള്ള ഒരു എക്സാമ്പിൾ ആണ് ഏതെന്ന് പറയുന്നത്? recoil of gun എന്ന് പറയുന്നത്. ക്ലിയർ? Now question number 13. Angle between two forces to make their resultant മിനിമം ആൻഡ് മാക്സിമം റെസ്പെക്റ്റീവ്ലി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ബോഡി എടുക്കാം. ആ ബോഡിയിൽ നിങ്ങൾ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഏതോ രണ്ട് ഫോഴ്സ് ഏതോ ഒരു ആംഗിളാകുന്ന സമയത്താണ് നിങ്ങൾക്ക് അവിടെ മാക്സിമം റിസൾട്ടൻ്റ് കിട്ടുക. ഏതോ ഒരു ആംഗിളാകുന്ന സമയത്താണ് നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടുക? മിനിമം റിസൾട്ടൻ്റ് കിട്ടുക. ഓക്കെ ആണല്ലോ? മാക്സിമം റിസൾട്ടൻ്റ് എപ്പോഴാണ് കിട്ടുന്നത്? നിങ്ങൾ രണ്ടുപേരാണ് ഈ ബോഡിയുമ്പോൾ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. രണ്ടുപേരും ഒരേ സൈഡിലോട്ട് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? മാക്സിമം റിസൾട്ടൻ്റ് കിട്ടുക. ഓക്കെ, ദാറ്റ് മീൻസ് തീറ്റ സീക്വൽ എത്ര ആകുന്ന സമയത്ത് 0 ഡിഗ്രി അല്ലേ? രണ്ടും പാരലൽ 0 ഡിഗ്രിയാണ്. അതായത് തീറ്റ 0 ഡിഗ്രി ആകുന്ന സമയത്താണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക? മാക്സിമം റിസൾട്ടൻ്റ് കിട്ടുക. ഇനി ഞാനൊരു ബോഡി വെക്കുന്നു. ഇവിടെ ഒരാൾ ഇവിടുന്ന് ആക്ട് ചെയ്യുന്നു, നിങ്ങൾ വേറൊരാൾ എന്ത് ചെയ്യുന്നു? ഓപ്പോസിറ്റ് ഇവിടുന്ന് ആക്ട് ചെയ്യുന്നു. അതായത് ഈ സെയിം ഫോഴ്സ് തന്നെ അതായിരിക്കും നിങ്ങൾക്ക് എന്ത് പറയുന്നത്? ഏറ്റവും മിനിമം റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ ആംഗിൾ ഏതാണ് വരെ? ആംഗിൾ ഈസ് 180 ഡിഗ്രി. 180 ഡിഗ്രി ആകുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? മിനിമം റിസൾട്ടൻ്റ് വരുന്നത്. രണ്ട് ഫോഴ്സ് തമ്മിലുള്ള ആംഗിൾ 180 ഡിഗ്രി ആകുമ്പോൾ, രണ്ട് ഫോഴ്സ് തമ്മിലുള്ള ആംഗിൾ 180 ഡിഗ്രി ആകുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? മിനിമം റിസൾട്ടൻ്റ് വരുന്നത്. മിനിമം റിസൾട്ടൻ്റ്. സോ ആൻസർ ഈസ് 0 and 180. അപ്പോൾ നമ്മളോട് എന്താ ചോദിച്ചുള്ളത്? മിനിമം ആൻഡ് മാക്സിമം എന്നാണ്. മിനിമം ആൻഡ് മാക്സിമം. മിനിമം എന്ന് എപ്പോഴാണോ? മിനിമം എന്ന് നമ്മൾ എപ്പോഴാന്ന് പറഞ്ഞു? 180 ഡിഗ്രി ആകുമ്പോൾ മാക്സിമം ആവുന്നത് എന്താണ്? 0. മിനിമം ആവുന്നത് 180 ഡിഗ്രി ആകുമ്പോൾ മാക്സിമം ആവുന്നത് 0. ഓക്കെ, ക്ലിയർ? ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 14. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു. നമ്മൾ ലിഫ്റ്റിംഗ് മെഷീനിൽ പറയുന്നുണ്ട് എന്താണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ദ ലോഡ് ലിഫ്റ്റഡ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ദ ലോഡ് ലിഫ്റ്റഡ് ഡിവൈഡഡ് ബൈ എഫേർട്ട് അപ്ലൈഡ് അല്ലേ? എഫേർട്ട് അപ്ലൈഡ്. ഓക്കെ ആണല്ലോ? നമ്മൾ സാധാരണ ലോഡ് ലിഫ്റ്റ് ആണ് നമ്മൾ ക്യാപിറ്റൽ W ആണ് എടുക്കുന്നത്. എഫേർട്ട് അപ്ലൈഡ് നമ്മൾ ഏതാണ് എടുക്കുന്നത്? P ആണ് എടുക്കുന്നത്. സോ ലോഡ് ലിഫ്റ്റഡ് ഡിവൈഡ് ബൈ എഫേർട്ട് അപ്ലൈഡ്. അപ്പോൾ ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ എ, ലോഡ് ലിഫ്റ്റഡ് ഡിവൈഡ് ബൈ എഫേർട്ട് അപ്ലൈഡ്. ക്ലിയർ? ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 15. റേഷ്യോ ഓഫ് ഡൈനാമിക് ഫ്രിക്ഷൻ ടു സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ റേഷ്യോ ആയിട്ട് നമ്മൾ പഠിക്കുന്നില്ല, പക്ഷേ നമ്മൾ പറയുന്നുണ്ട് ആൾവേസ് ഏതൊരു ബോഡി എടുത്താൽ അവിടെ എന്താണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ. നമ്മൾ സംഭവം പഠിക്കുന്നുണ്ട് ഫ്രിക്ഷനിൽ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ ഡൈനാമിക് ഫ്രിക്ഷൻ. ഓക്കെ, ഡൈനാമിക് ഫ്രിക്ഷൻ. അപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് ഇത് ഡൈനാമിക് ഫ്രിക്ഷനേക്കാളും കൂടുതൽ എന്ന് പറയുന്നുണ്ട്. ഇത് നമ്മൾ പഠിക്കുന്നുണ്ട്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ ഡൈനാമിക് ഫ്രിക്ഷൻ. ഓക്കെ ആണല്ലോ? നമ്മളോട് ചോദിച്ചിട്ടുള്ള ഏതാണ്? റേഷ്യോ ഓഫ് ഡൈനാമിക് ഫ്രിക്ഷൻ ടു സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഡൈനാമിക് ഫ്രിക്ഷൻ ഡിവൈഡഡ് ബൈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡിനോമിനേറ്ററിലാണ് ലാർജർ വാല്യൂ എന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞു. ഡിനോമിനേറ്ററിലാണ് ലാർജർ വാല്യൂ. ഓക്കെ, അപ്പോൾ ന്യൂമറേറ്ററിനേക്കാളും ലാർജർ വാല്യൂ ഡിനോമിനേറ്ററിൽ വരുമ്പോൾ എന്തായിരിക്കും നമ്മൾ ആൻസർ എന്ന് പറയുന്നത്? ആൾവേസ് ലെസ് ദാൻ 1. കാരണം എന്താണ്? ഇവിടെയാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ വരുന്നത്, ഇവിടെയാണ് ഡൈനാമിക് ഫ്രിക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും വാല്യൂ എന്ന് പറയുന്നത്? എന്തായിരിക്കും? ആൾവേസ് ലെസ് ദാൻ 1. ഓക്കെ, ക്ലിയർ? നൗ നെക്സ്റ്റ്, ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ റെക്ടാങ്കുലർ സെക്ഷൻ. റെക്ടാങ്കുലർ സെക്ഷൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യാണ് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 3 സെൻറ്റിമീറ്റർ വൈഡ് ആൻഡ് 4 സെൻറ്റിമീറ്റർ ഡീപ്പ്. 4 സെൻറ്റിമീറ്റർ ഡീപ്പ് അബൌട്ട് എക്സ് ആക്സിസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനിതാണ് എക്സ് ആക്സിസ് എടുക്കുന്നെങ്കിൽ അതിന് അബൌട്ട് ആണ് എടുക്കേണ്ടത്. അതിനബൌട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ ഇക്വേഷൻ എന്താ? ഐ ഈസ് ഈക്വൽ ടു BD³ ഡിവൈഡ് ബൈ 12. I is equal to BD³ divided by 12, where B is here 3 and D³ എന്ന് പറഞ്ഞാൽ 4 into D depth, 4 into 4 into 4 divided by 12. Okay, so 12, 3 into 4 cancel, 4 into 4, 16.
16 centimeter raised to 4. Your answer is option C, 16 centimeter raised to 4. Direct equation apply ചെയ്യുന്നു. BD cube divided by 12. Now question number 17. A couple produces. എന്താണ് കപ്പിൾ എന്ന് പറയുന്നത്? ഒരു ബോഡിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഡിസ്റ്റൻസ് മാറിയിട്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പാരലൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ രണ്ട് ഫോഴ്സ് എന്തായിരിക്കും? ഞാൻ ഇത് F ആണ് എടുക്കുന്നെങ്കിൽ ഇത് F ആയിരിക്കും. ഓക്കെ, ദേ ആർ പാരലൽ, ദേ ആർ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആൻഡ് നമ്മൾ എന്ത് പറയും? ഡിസ്പ്ലേസ്ഡ് ബൈ, അല്ലെങ്കിൽ രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഡിസ്റ്റൻസിൽ മാറി നിൽക്കുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത്? കപ്പിൾ എന്ന് പറയുന്നത്. ഒരു കപ്പിൾ എപ്പോഴും ഓൾവേസ് പ്രൊഡ്യൂസ് എന്ത് ചെയ്യണോ? സർക്കുലർ മൂവ്മെൻ്റ് ആണ് ഓൾവേസ് ഒരു കപ്പിൾ എന്ത് ചെയ്യുക? പ്രൊഡ്യൂസ് ചെയ്യുക. ഒന്നെങ്കിൽ ക്ലോക്ക് വൈസ് മൂവ്മെൻ്റ് ആയിരിക്കും, അതല്ലെങ്കിൽ എന്തായിരിക്കും? ആൻറ്റി ക്ലോക്ക് വൈസ് മൂവ്മെൻറ്റ്. എന്തായാലും എന്താണ്? റൊട്ടേഷണൽ മോഷൻ മാത്രമാണ് എന്ത് വരുന്നത്? ഒരു കപ്പിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദർ ഈസ് നോ ട്രാൻസ്ലേറ്ററി മോഷൻ. സോ കമ്പൈൻഡ് നോക്കണ്ട, നമ്മൾ ആൻസർ എന്താണ്? ഓൺലി റൊട്ടേഷണൽ മോഷൻ. സോ ഓപ്ഷൻ ബി ഈസ് യുവർ ആൻസർ. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 18. എ ബ്ലോക്ക് ഓഫ് വെയ്റ്റ് 20 kN. ഒരു ബ്ലോക്ക് ഉണ്ട്, അതെന്ത് ചെയ്യുന്നുണ്ട്? ഒരു സ്ഥലത്ത് റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ബ്ലോക്ക് ഒരു സർഫസിൽ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് വാല്യൂ വന്നിട്ടുണ്ട്, അതിൻ്റെ വെയിറ്റ് എത്ര തന്നിട്ടുണ്ട്? 20 kN. അതിൻ്റെ വെയിറ്റ് വന്നിട്ടുണ്ട് 20 kN. ജസ്റ്റ് ബിഗിൻസ് ടു മൂവ്. ജസ്റ്റ് ബിഗിൻസ് ടു മൂവ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഏത് അപ്ലൈ ചെയ്യാൻ പറ്റും? ജസ്റ്റ് ഒരു ബോഡി മൂവ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ലോ യൂസ് ചെയ്യുന്ന F is equal to mu into R എന്ന് പറയുന്നത്. Where F is the applied force and R is the reaction. Okay, F is the applied force and R is the reaction along the horizontal surface on application of 5 kN horizontal force. 5 kN ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, 5 kN ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ അപ്ലൈ ചെയ്യുന്നത് 5 kN. ദെൻ നിങ്ങളോട് ചോദിച്ചിട്ടുള്ള എന്താണ്? ദ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ബ്ലോക്ക് ആൻഡ് സർഫസ്. ഈ ബ്ലോക്കും സർഫസും തമ്മിലുള്ള ഇവിടുത്തെ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അല്ല ഫ്രിക്ഷൻ ഉണ്ട്, അപ്പോൾ ആ ഫ്രിക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഉണ്ടാവും. അതാണ് നമ്മളോട് എന്ത് ചെയ്തുള്ളത്? ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ബോഡി ജസ്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? നമ്മൾ അപ്ലൈ ചെയ്യുന്ന പി എൻ ആയിരിക്കും. പി സികൾ ഇവിടെ എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? നമ്മളോട് 5 kN എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ബോഡി ജസ്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ കണ്ടീഷനാണ്. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ സമയത്ത് എന്ന് പറഞ്ഞാൽ ആ ഫ്രിക്ഷണൽ ഫോഴ്സ് തന്നെ ആയിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് പി എന്ന് പറയുന്നത് 5 kN. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് കിട്ടുമല്ലോ. എന്താണ് കിട്ടുന്നത്? കോയിഫിഷ്യൻ്റ് ഓഫ് മ്യൂസിക്കളുടെ എന്താണ് വരിക? F/R. ഇവിടെ F എന്നുള്ളത് പി എടുക്കാം, പി എന്ന് പറഞ്ഞാൽ 5 ആണ്. R എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? നമ്മളിവിടെ ഇക്വിലിബ്രിയം കണ്ടീഷൻ കൊടുത്താൽ വെയിറ്റ് 20 kN ആണെങ്കിൽ R എത്രയായിരിക്കും? 20 kN അല്ലേ? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അനുസരിച്ച് 20 kN. സോ 5/20. So that's equal to 0.25. So that's equal to 0.25. So option C is your answer. Okay. Then question number 19. The center of gravity of a right circular hollow cone ആണ്. ഓക്കെ, അത് മാറിപ്പോയത് പലർക്കും എക്സാമിന് മാറിപ്പോകുന്നതാണ്. ഇത് ഹോളോ കോൺ വരും. ഇനി ഞാനിവിടെ സർക്കുലർ സോളിഡ് കോൺ വരയ്ക്കുന്നു. ഓക്കെ, സോളിഡ് കോൺ. ഇതേതാണ്? സോളിഡ് കോൺ. ക്ലിയർ ആണല്ലോ? ഏതിലാണ് എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്? ഓക്കെ, ഹോളോ കോൺ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ബേസ് ചെയ്യുന്നത് ഇതിൻ്റെ ഹൈറ്റ് H ആണെന്നുണ്ടെങ്കിൽ H/3 ആണ് ഏതിൻ്റെ കേസിൽ? ഹോളോ കോണിൻ്റെ കേസിൽ. സോളിഡ് കോൺ ആകുമ്പോൾ ഒന്നും കൂടെ താഴോട്ട് വരും. അതായത് എന്താണ് വരുന്നത്? താഴെന്ന് H/4 ആണ് ഇവിടെ എന്ന് പറയുന്നത്, CG എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ CG എന്ന് പറയുന്നത്. അപ്പോൾ മാറിപ്പോയത് ഹോളോ ആണെങ്കിൽ എന്താണ്? H/3 ആണ്. ഹോളോ ആണെന്നുണ്ടെങ്കിൽ H/3 ആണ്. സോളിഡ് ആണെന്നുണ്ടെങ്കിൽ ഏതാണ്? H/4 ആണ്. ഇവിടുന്ന് ഫ്രം ദി ബേസ്. നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യനിൽ ഫ്രം ദി ബേസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് ഇവിടെ ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട്? സർക്കുലർ ഹോളോ കോൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. സർക്കുലർ ഹോളോ കോൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അവർ ആൻസർ ഈസ് ഹൈറ്റ് H എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ആൻസർ ഈസ് ഓപ്ഷൻ ബി H/3. Our answer is option B H/3. Now, time to reach the maximum height of a body projected vertically up with an initial velocity u. അപ്പോൾ വെർട്ടിക്കലി എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രൊജക്റ്റൈൽ ഒന്നും എടുക്കേണ്ട. വെർട്ടിക്കലി ഒരു ബോഡി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഏത് വെലോസിറ്റി? U എന്ന് പറയുന്ന വെലോസിറ്റിയിൽ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ഒരു മാക്സിമം പോയിന്റ് ഇത് അറ്റൈൻ ചെയ്യും. അവിടെ വെലോസിറ്റി എന്തായിരിക്കും? V എന്ന് പറയുന്നത് 0. കാരണം അവിടെ എത്തിയിട്ട് പിന്നെ എന്ത് വരും? അത് താഴോട്ട് വരും. ഓക്കെ, അപ്പോൾ അവിടേക്ക് മുകളിൽ എത്താനുള്ള ടൈം T ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മുകളിലോട്ട് എറിയുന്നതുകൊണ്ട് തന്നെ അവിടെ ആക്സലറേഷൻ എന്തായിരിക്കും? -G ആയിരിക്കും അല്ലേ? മുകളിലോട്ടാണ് എറിഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് ആക്സലറേഷൻ എന്തായിരിക്കും? -G ആയിരിക്കും. സോ V is equal to U plus AT. ആ ഇക്വേഷനിൽ കൊടുത്ത V എന്താണ്? 0. U എന്ന് പറഞ്ഞാൽ നമുക്ക് U തന്നെയാണ് തന്നിട്ടുള്ള ക്വസ്റ്റനിൽ. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി U എന്ന് പറഞ്ഞിട്ടുണ്ട്. വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി U എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി U എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ U പ്ലസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? -G ഇൻറ്റു T. ഓക്കെ ആണല്ലോ? സോ -GT അങ്ങോട്ട് എടുത്താൽ +GT. സോ GT is equal to U. ഇവിടെ T ആണ് ചോദിച്ചിട്ടുള്ളത്. T is equal to U/G. where T is equal to U/G. So our answer is, the time required is B U/G. Okay, answer is U/G. Then question number 21. A bullet of weighing 200 gram ആണത്. A bullet of weighing. അപ്പോൾ ഞാൻ mass of the bullet is equal to എത്രയാണ്? 200 gram. Okay, is fired horizontally with a velocity of
അപ്പോൾ വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് is equal to 0.725 meter per second. Okay. From a gun carried on a carriage which together with the gun weighs 1 kilogram. So mass of gun is equal to 1 kilogram. Mass of gun is equal to 1 kilogram. The velocity of recoil of gun. നമ്മളോട് വെലോസിറ്റി ഓഫ് റീകോയിൽ ആണ് ചോദിച്ചിട്ടുള്ളത്. വെലോസിറ്റി ഓഫ് റീകോയിൽ. ഓക്കെ ആണല്ലോ. നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? നമുക്ക് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്താണ് പറയുന്നത്? m1u1 പ്ലസ് m2u2 is equal to m2u2 is equal to m1v1 plus m2v2. ഓക്കെ. സോ ഇവിടെ മാസ് m1 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബുള്ളറ്റിൻ്റെ മാസ്. m2 എന്ന് പറഞ്ഞാൽ ഗണ്ണിൻ്റെ മാസ്. u1 എന്ന് പറഞ്ഞാൽ ബുള്ളറ്റിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി. u2 എന്ന് പറഞ്ഞാൽ ഗണ്ണിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി. ഓക്കെ. ഇനി ഇവിടെ v1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുള്ളറ്റിൻ്റെ ഫൈനൽ വെലോസിറ്റി. v2 എന്ന് പറഞ്ഞാൽ നമ്മളെ ഗണ്ണിൻ്റെ ഫൈനൽ വെലോസിറ്റി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ വെടിവെക്കുന്നതിന് മുമ്പ്, നമ്മൾ ഫയർ ചെയ്യുന്നതിന് മുമ്പ് എന്താണ്? നമ്മളെ ഗണ്ണും ബുള്ളറ്റും എന്തിലാണ്? റെസ്റ്റിലാണ് അല്ലേ? ഫയർ ചെയ്യുന്നതിന് മുമ്പ് ഗണ്ണും ബുള്ളറ്റും എന്താണ്? റെസ്റ്റിലാണ്. സോ u1ഉം 0 ആണ്, അതുകൊണ്ട് ആ ടേം 0 ആവും. u2 എന്താണ്? 0 ആണ്. ഓക്കെ, u2ഉം 0 ആണ്. സോ നമ്മൾ എന്ത് കൊടുക്കുന്നു? 0 ഈക്വൽ ടു m1 എന്ന് പറഞ്ഞാൽ എന്തു? മാസ് ഓഫ് ദി ബുള്ളറ്റ് എത്രയാടോ? 200 ഗ്രാം, അതായത് 0.2. 200 ഗ്രാം എന്ന് പറഞ്ഞാൽ 0.2, കിലോഗ്രാമിലോട്ട് മാറ്റുമ്പോൾ 0.2 ഇൻറ്റു v1 എന്ന് പറഞ്ഞാൽ നമ്മളെ ബുള്ളറ്റിൻ്റെ വെലോസിറ്റി എത്രയാണ്? 0.725 പ്ലസ് മാസ് ഓഫ് ദി ഗൺ എത്രയാടോ? 1 അല്ലേ? m2 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മാസ് ഓഫ് ദി ഗൺ ഇൻറ്റു. ഇനി v2 എന്ന് പറഞ്ഞാൽ എന്താണ്? v2 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ഗണ്ണ്. എന്താ വെലോസിറ്റി ഓഫ് ഗണ്ണ് എന്ന് പറഞ്ഞാൽ? അതല്ലടോ റീകോയിൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ. എന്താ റീകോയിൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ഷോട്ട് ഫയർ ചെയ്യുന്ന സമയത്ത് ബുള്ളറ്റ് ഫ്രണ്ടിലോട്ട് പോകുന്ന അതേ സമയത്ത് തന്നെ നിങ്ങളെ ഗണ്ണൊന്ന് ബാക്കിലോട്ട് മൂവ് ചെയ്യും. അതായത് ആ ഗണ്ണിൻ്റെ വെലോസിറ്റിയാണ് ഏതെന്ന് പറയുന്നത്? റീകോയിൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. സോ ഞാൻ ഇവിടെ കൊടുക്കുന്നു VRC, റീകോയിൽ VRC. ഓക്കെ ആണല്ലോ. സോ നമുക്ക് VRC നെഗറ്റീവ് ആണ് കിട്ടുക. എന്തുകൊണ്ടാണ് നെഗറ്റീവ് കിട്ടുന്നത്? അതായത് ബുള്ളറ്റ് ഫ്രണ്ടിലോട്ടാണെങ്കിൽ ഗണ്ണ് ബാക്കിലോട്ടാണ് പോവുക. അതുകൊണ്ടാണ് എന്ത് വന്നത്? നെഗറ്റീവ് വന്നത്. മൈനസ് 0.2 × 0.725. ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 0.2 × 0.725 നിങ്ങൾക്ക് എന്ത് കിട്ടും? 0.15 കിട്ടും. സോ 0.15 മൈനസ് 0.15 മീറ്റർ പെർ സെക്കൻഡ്. സോ അവിടെ മൈനസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഗണ്ണ് ബാക്കിലോട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് മൈനസ്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 0.15 മീറ്റർ പെർ സെക്കൻഡ്. Question number 22. The maximum frictional force which comes into play when a body just begins to slide over the surface of another body is known as. That is, ഒരു ബോഡി റെസ്റ്റിൽ നിൽക്കുകയാണ്. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ഒരു ഗ്രാഫ് വരയ്ക്കുന്നുണ്ട്. ഒരു ബോഡി റെസ്റ്റിൽ നിൽക്കുന്നു. ഓക്കെ, ഒരു ബോഡി റെസ്റ്റിൽ നിൽക്കുന്നു. നിങ്ങളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, P എന്ന് പറയുന്നൊരു ഫോഴ്സ്. അത് മൂവ് ചെയ്യുന്നില്ല. പക്ഷേ അത് മൂവ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ എന്തുണ്ടാവും? അത് മൂവ് ചെയ്യുന്നില്ലെങ്കിലും അതിൻ്റെ സർഫസിൽ എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ ബോഡി മൂവ് ചെയ്യുന്നത് വരെ ഒരു ശ്രദ്ധിക്കവിടെ, ആ ബോഡി ജസ്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങുന്നവരെ നിങ്ങളിവിടെ എന്ത് ഫോഴ്സ് ആണോ ആക്ട് ചെയ്യുന്നത് P, അത് തന്നെ ആയിരിക്കും നിങ്ങൾ ഏത് ഫോഴ്സ് എന്ന് പറയുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോൾ നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇതാ P = ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഗ്രാഫിൻ്റെ ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് എടുക്കുന്നു, ഇവിടെ അപ്ലൈഡ് ഫോഴ്സ് P എടുക്കുന്നു. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ആ ബോഡി മൂവ് ചെയ്യുന്നവരെ എന്തായിരിക്കും? ഇങ്ങനെ ആയിരിക്കും വരിക. ഇനി ബോഡി ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുന്നു പറഞ്ഞു. ഓക്കെ, ആ ബോഡി ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഫ്രിക്ഷനിൽ എന്താ വരിക? ഫ്രിക്ഷനിൽ ഒരു സ്ലൈറ്റ് ഡിഗ്രീസ് ഉണ്ടാവും. ഓക്കെ ആണല്ലോ. പിന്നെ അങ്ങോട്ട് ബോഡി മൂവ് ചെയ്യാണ്. സോ ബോഡി മൂവ് ചെയ്യുന്ന ആ ഭാഗത്തിന് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞു ഡൈനാമിക് ഫ്രിക്ഷൻ. ബോഡി റെസ്റ്റിൽ നിൽക്കുമ്പോഴുള്ള ഫ്രിക്ഷനെ നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ബോഡി റെസ്റ്റിൽ നിൽക്കുമ്പോഴാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ ഈ ബോഡി ജസ്റ്റ് മൂവ് ചെയ്ത് തുടങ്ങുന്ന സമയമുണ്ട് അല്ലേ? ബോഡി ജസ്റ്റ് മൂവ് ചെയ്ത് തുടങ്ങുന്ന സമയമുണ്ട്. ബോഡി ജസ്റ്റ് മൂവ് ചെയ്ത് തുടങ്ങുന്ന ആ പോയിന്റിനെ നമ്മൾ എന്ത് പറയുന്നത്? ആ സമയത്ത് ആക്ട് ചെയ്യുന്ന വാല്യൂ ആണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അതായിരിക്കും ഒരു ബോഡി ഒരു സർഫസും തമ്മിലുള്ള മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലേ? ഇവിടെ നോക്കിയാൽ നിങ്ങൾ അതിന് മുകളിലോട്ടില്ല. ഓക്കെ, അപ്പോൾ ഒരു ബോഡിയും ഒരു സർഫസും തമ്മിലുള്ള മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ്. അത് ഏത് സമയത്താണ് വരുന്നത്? വെൻ ദ ബോഡി ജസ്റ്റ് സ്ലൈഡ്സ് ഓവർ അനദർ ബോഡി. വെൻ ദ ബോഡി ജസ്റ്റ് സ്റ്റാർട്ട് ടു സ്ലൈഡ്സ് ഓവർ അനദർ ബോഡി. അപ്പോൾ നമ്മളിവിടെ അതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. Now question number 23. The center of gravity of a semicircular lamina. ഒരു സെമി സർക്കുലർ ലാമിന എടുത്താൽ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ അതിൻ്റെ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ഫ്രം ദി ഡയമീറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡയമീറ്ററിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് മാറിയിട്ടായിരിക്കും. അത് എത്രയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? 4r/3π ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. 4r/3π. ഓക്കെ, നമ്മളിവിടെ ഡയമീറ്ററിൻ്റെ ടൈമിലാണ് ചോദിച്ചിട്ടുള്ളത്. സോ 4r/3π നമുക്ക് എങ്ങനെ മാറ്റാം? = 4r എന്ന് പറഞ്ഞാൽ 2d ആണ് അല്ലേ? 4r എന്ന് പറഞ്ഞാൽ 2d ആണ്. സോ 2d / 3π. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി, 2d / 3π. അപ്പോൾ നമ്മളിങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ 4r/3π പെട്ടെന്ന് എക്സാമിന് ചാടിക്കയറി 4d/3π എഴുതരുത്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുള്ളത് 4r/3π ആണ്. ബട്ട് അത് ഡിയിലോട്ട് മാറ്റണം. സോ 4r എന്ന് പറഞ്ഞാൽ 2d. സോ ആൻസർ ഈസ് 2d / 3π. ഓക്കെ, ക്ലിയർ. Then question number 24. If the resultant of two forces A and B acting at an angle alpha
രണ്ട് ഫോഴ്സ് എയും ബിയും എന്ത് ചെയ്യുന്നുണ്ട്, എയും ബിയും ആൽഫ എന്ന് പറയുന്ന ആംഗിളിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ആൽഫ എന്ന് പറയുന്ന ആംഗിളിൽ ആക്ട് ചെയ്യുന്നുണ്ട്. മേക്സ് അതിൻ്റെ റിസൾട്ടൻ്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ റിസൾട്ടൻ്റ് ഏത്, ദ റിസൾട്ടൻ്റ് ഓഫ് ടു ഫോഴ്സസ് മേക്സ് ആൻ ആംഗിൾ തീറ്റ വിത്ത് എ. ഓക്കെ, അപ്പോൾ ഞാനിത് എ എടുക്കുന്നു, ഞാനിത് ബി എടുക്കുന്നു. ഓക്കെ ആണല്ലോ, ഞാൻ അതിൻ്റെ റിസൾട്ടൻ്റ് ഇവിടെ വരയ്ക്കുന്നു, ഇതാണ് അതിൻ്റെ റിസൾട്ടൻ്റ്. ഓക്കെ, ഞാൻ അതിൻ്റെ റിസൾട്ടൻ്റ് ഇവിടെ ആർന്ന് വരച്ചു, ഇത് ആർന്ന് വരച്ചു. അങ്ങനെയാണെങ്കിൽ ആ റിസൾട്ടൻ്റും എയും തമ്മിലുള്ള ആംഗിളാണ് ഏതെന്ന് പറഞ്ഞിട്ടുള്ളത്, തീറ്റ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ റിസൾട്ടൻ്റും ആംഗിളും തമ്മിലുള്ള ആംഗിളാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്, തീറ്റ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ റിസൾട്ടൻ്റ് ബിയും തമ്മിലുള്ള ഞാൻ ഫൈ എന്ന് എടുക്കുന്നു. നമ്മളിവിടെ ചോദിച്ചിട്ടൊന്നുമില്ല, ഞാൻ എന്തെടുക്കുന്നു, ഫൈ എന്ന് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ആൽഫ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്, ആൽഫ എന്ന് പറഞ്ഞാൽ എയും ബിയും തമ്മിലുള്ള ആംഗിളാണ് ആൽഫ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇവിടെ ക്ലിയർ ആയല്ലോ, ആൽഫ എന്ന് പറയുന്നത് എയും ബിയും തമ്മിലുള്ള ആംഗിൾ. ഓക്കെ, തീറ്റ എന്ന് പറയുന്നത് റിസൾട്ടൻ്റും എയും തമ്മിലുള്ള ആംഗിൾ, ഫൈ എന്ന് പറയുന്നത് റിസൾട്ടൻ്റും ബിയും തമ്മിലുള്ള ആംഗിൾ. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്ത് എഴുതാം, നമുക്കിവിടെ ടാൻ തീറ്റയും എഴുതാം, അതുപോലെ എന്ത് എഴുതാം, ടാൻ ഫൈയും എഴുതാം. ടാൻ തീറ്റയും ടാൻ ഫൈയും നമുക്ക് എഴുതാം. ഓക്കെ, ടാൻ തീറ്റയും ടാൻ ഫൈയും എഴുതാം. എങ്ങനെ എഴുതാം, ഞാൻ അതിനൊരു ഇത് പറഞ്ഞുതരാം, ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. ടാൻ തീറ്റ നമുക്ക് ആദ്യം വേണ്ട ടാൻ തീറ്റ ആണല്ലോ. ടാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്, സൈൻ ബൈ കോസ് ആണ്. അപ്പോൾ കുറച്ച് മാറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സൈൻ ബൈ കോസ് എന്ന് എഴുതുക. ഓക്കെ, പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ട തീറ്റയാണ്, നമുക്ക് ഓൾറെഡി അറിയുന്ന ആംഗിൾ ഏതാണ്, ആൽഫയാണ് നമുക്ക് അറിയുന്ന ആംഗിൾ അല്ലേ, ആൽഫയാണ് നമുക്ക് അറിയുന്ന ആംഗിൾ. സോ സൈൻ ആൽഫ ഡിവൈഡ് ബൈ കോസ് ആൽഫ എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ, ക്ലിയർ. ദെൻ ഈ തീറ്റ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആരുമായിട്ടാണ്, എ ആയിട്ടല്ലേ. തീറ്റ റിസൾട്ടൻ്റും പിന്നെ ആരുമായിട്ടാണ്, ഈ തീറ്റ എന്ന് പറയുന്നത് റിസൾട്ടൻ്റും എയും തമ്മിലുള്ളതാണ്. ആ എയുടെ ഓപ്പോസിറ്റ് എടുക്കുക, ഏതാണ് എയുടെ ഓപ്പോസിറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്, ബി ആണ്. ആ ബി നിങ്ങൾ എന്ത് ചെയ്യുക, സൈനിൻ്റെ കൂടെയും കോസിൻ്റെ കൂടെ ഇടാം. പിന്നെ ആരാ ബാക്കിയുള്ള എ അല്ലേ, ആ എ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഡിനോമിനേറ്ററിൽ ഇങ്ങനെ ഇടുന്നു. ഓക്കെ ആണല്ലോ, ആ സെയിം സംഭവം നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ടാൻ ഫൈ എങ്ങനെ കണ്ടാം, ഈ പറഞ്ഞ പോലെ തന്നെ സൈൻ ആൽഫ ബൈ കോസ് ആൽഫ എന്ന് എഴുതുക, സൈൻ ആൽഫ ബൈ കോസ് ആൽഫ എന്ന് എഴുതുക. പിന്നെ ഫൈ ആരുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ്, ബി യു ആയിട്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുക എ. അത് രണ്ടും സൈനിൻ്റെയും കോസിൻ്റെയും കൂടെ ഇടുക. പിന്നെ ഇതിൻ്റെ താഴെ ഡിനോമിനേറ്ററിൽ എന്ത് ചെയ്യുക, ഒരു ബിയും കൂടെ ഇടുക. ഇതാണ് ഇതെന്ന് പറയുന്നത്, നമ്മൾ റിസൾട്ടൻ്റ് സിംഗിൾ ഫോഴ്സുമായി മേക്ക് ചെയ്യുന്ന ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ്. അപ്പോൾ നമ്മളോട് ഇവിടെ ഓപ്ഷനിൽ ടാൻ തീറ്റ ടാൻ ആൽഫ, ടാൻ തീറ്റ ടാൻ ആൽഫയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് ടാൻ തീറ്റയാണ്. ടാൻ തീറ്റ സിക്വൽ ടു ബി സൈൻ ആൽഫ, എവിടെ വരുന്നത്, ബി സൈൻ ആൽഫ ഡിയിലാണ്, ഡിവൈഡ് ബൈ എ പ്ലസ് ബി കോസ് ആൽഫ. ഏതാണ് ആൻസർ എന്ന് പറയുന്നത്, ഓപ്ഷൻ ഡി അല്ലേ. ടാൻ തീറ്റ സിക്വൽ ടു ബി സൈൻ ആൽഫ ഡിവൈഡ് ബൈ എ പ്ലസ് ബി കോസ് ആൽഫ. ഓക്കെ ആണല്ലോ, അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്യാതെ നമ്മൾ ആൽഫയും ബീറ്റയൊക്കെ മാറും നമ്മൾ എക്സാമിന്. നിങ്ങൾ ബുക്കുകളിൽ പഠിക്കുമ്പോൾ ചിലപ്പം ഈ ആംഗിൾ തീറ്റ ആയിരിക്കും, ഇത് ആൽഫ ഇത് ബീറ്റ ആയിരിക്കും. ഓക്കെ ആണല്ലോ, പിന്നെ അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ആംഗിൾ മാറാം. അതുകൊണ്ട് അത് എങ്ങനെ എഴുതുക എന്നുള്ളത് മനസ്സിലാക്കുക ബൈ ഹാർട്ട് ചെയ്യുന്നതിനേക്കാളും. ക്വസ്റ്റ്യൻ നമ്പർ 25. A small hole is scooped out from the body and is filled with a denser material. Then CG of the body. നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു എക്സാമ്പിൾ എടുക്കുന്നത്, ഞാനൊരു മരത്തിൻ്റെ ബോർഡ് എടുത്തു. ഓക്കെ, ഒരു മരത്തിൻ്റെ ബോർഡ് എടുത്തു. അപ്പോൾ നമുക്കറിയാം അത് റെക്ടാങ്കുലർ ബോർഡ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എവിടെയായിരിക്കും, അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഈ സെൻറ്റർ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്, എ സ്മോൾ ഹോൾ ഈസ് സ്കൂപ്ഡ് ഔട്ട് ഫ്രം ദ ബോഡി. ഞാൻ ഈ ബോഡിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ചെറിയൊരു ഹോള് സ്കൂപ്പ് ഔട്ട് ചെയ്യുന്നു. ഞാനൊരു ബോഡിയിൽ നിന്ന് ചെറിയൊരു ഹോൾ സ്കൂപ്പ് ഔട്ട് ചെയ്യുന്നു. എന്നിട്ട് അവിടെ എന്ത് വെക്കുന്നു, മോർ ഡെൻസർ മെറ്റീരിയൽ ഫില്ല് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇത് വുഡാണെന്നുണ്ടെങ്കിൽ, ആദ്യം വരച്ച വുഡാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് മെറ്റൽ, ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുന്നു, മോർ ഡെൻസർ മെറ്റീരിയൽ മെറ്റൽ, കുറച്ച് എന്ത് ചെയ്യുന്നു, മെറ്റാലിക് ഇതെന്ത് ചെയ്യുന്നു, അവിടെ ഫില്ല് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിക്ക് എന്താ സംഭവിക്കാൻ നിൽക്കണേ, ഇവിടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മാറുമോ, അതോ അതിൻ്റെ അടുത്തേക്കാണോ മാറുക, അതിന് എവിടെയാണോ മാറുക, എന്താണ് വരിക, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മാറും. കാരണം എന്താണ്, നമ്മളെ ടോട്ടൽ വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത ഏരിയയാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അപ്പോൾ ആദ്യം ഇത് എല്ലായിടത്തും ഈക്വൽ വെയിറ്റ് ആയിരുന്നു, പക്ഷേ ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഭാഗത്ത് കൂടുതൽ വെയിറ്റ് വന്നിട്ടുണ്ട്. സോ ഒബ്വിയസ്ലി നമ്മളെ വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോയിന്റ് എങ്ങോട്ടാണ് മാറുക, നമ്മളെ ഇതിൻ്റെ അടുത്തോട്ടായിരിക്കും മാറുന്നത്, ഓക്കെ. അതായത് മോർ ഡെൻസർ ആയിട്ടുള്ള മോർ വെയിറ്റ് ഉള്ള ബോഡിയുടെ അടുത്തോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, CG പോയിന്റ് മാറുക. ഓക്കെ, സോ നമുക്ക് എന്താണ് വരുന്നത് ഇവിടെ, moves towards the hole, moves away from the hole, remains unaltered in position, centroid changes in position. centroid ചേഞ്ച് ചെയ്യും, പക്ഷേ നമ്മൾ ആൻസർ കറക്റ്റ് ഇത് പറഞ്ഞിട്ട് എന്താണ്, മൂവ് ടുവേർഡ്സ് ദി ഹോൾ. ആ ഹോളിൻ്റെ അടുത്തോട്ടാണ് എന്ത് ചെയ്യുക, നമ്മുടെ CGയുടെ പോയിന്റ് മാറുക. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 26. ഫോർ എ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളൂഷൻ. അപ്പോൾ ആദ്യം അവിടെ പറയുന്നത് എന്താണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളൂഷൻ, പിന്നെ എന്താണ് E എന്ന് പറയുന്ന സംഭവം. സോ എന്താണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ, ദെൻ എന്താണ് E എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ നമുക്ക് പറയാം പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ, നമ്മൾ കൊളീഷൻ രണ്ട് ബോഡി തമ്മിൽ കൊളൈഡ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ, രണ്ട് ബോഡി തമ്മിൽ എന്ത് ചെയ്യുന്നു, കൊളൈഡ് ചെയ്യുന്നു, രണ്ടും വന്നിട്ട് കൊളൈഡ് ചെയ്യുന്നു. ഈ കൊളൈഡ് ഏകദേശം രണ്ടിൻ്റെയും റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ ആൻഡ് ബിഫോർ കൊളീഷൻ സെയിം ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ, relative velocity before collision is equal to relative velocity after collision.
റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ ഇസ് ഈക്വൽ ടു റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ ആണെങ്കിൽ, ഓക്കെ, കൊളൈഡ് ചെയ്യുന്നതിന് മുമ്പ് ദാറ്റ്സ് ഈക്വൽ ടു ആഫ്റ്റർ കൊളീഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. ഇനി എന്താണ് ഇ എന്ന് പറഞ്ഞാൽ? ഇ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് കോയിഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ആണ്. കോയിഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ, കോയിഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, എന്താണ് കോയിഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ? വിച്ച് ഇസ് ഈക്വൽ ടു ദ റേഷ്യോ ഓഫ് റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ, റിലേറ്റീവ് വെലോസിറ്റി after collision, relative velocity after collision, relative velocity after collision, relative velocity after collision divided by relative velocity before collision, divided by relative velocity before collision equal to. അപ്പോൾ ഈ കേസിൽ എന്താണ് വാല്യൂ വരിക? നമ്മൾ പറഞ്ഞു എന്താണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ ഇസ് ഈക്വൽ ടു എന്താണ്? റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ ആണ്. അതായത് ഈ രണ്ട് ഭാഗവും ഈക്വൽ ആയിരിക്കും അല്ലേ, ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും. സോ നമ്മൾ ആൻസർ എന്താ കിട്ടുക? ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 1 ആയിരിക്കും. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ എ, ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ഈസ് ഈക്വൽ ടു 1. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 27. ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് എ ലിഫ്റ്റിംഗ് മെഷീൻ ഈസ് ദ റേഷ്യോ ഓഫ്, എന്താണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് പറഞ്ഞത്? ലോഡ് ലിഫ്റ്റഡ് ടു ദി എഫേർട്ട് അപ്ലൈഡ് അല്ലേ, ലോഡ് ലിഫ്റ്റഡ് ടു ദി, ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വന്നാണ്, ലോഡ് ലിഫ്റ്റഡ് ടു ദി എഫേർട്ട് അപ്ലൈഡ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ലോഡ് ലിഫ്റ്റഡ് ടു ദി എഫേർട്ട് അപ്ലൈഡ്. Question number 28. A machine having efficiency less than 50% is known as, നമ്മൾ പറയും ഒരു മെഷീൻ, എന്താ മെഷീൻ എന്ന് പറഞ്ഞാൽ എ ഡിവൈസ് ദാറ്റ് യൂസ് ടു ലിഫ്റ്റ് എ ബോഡി. ഒരു നമ്മൾ കുറഞ്ഞ എഫേർട്ട് യൂസ് ചെയ്ത് കണ്ട് ലാർജർ വെയിറ്റുള്ള ഒരു ബോഡിനെ ലിഫ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് നമ്മൾ മെഷീൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെഷീൻ്റെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? എഫിഷ്യൻസി ഈസ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി റേഷ്യോ, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി റേഷ്യോ. ഇനി നമ്മൾ ഓരോ ബോഡി അതിൻ്റെ എഫിഷ്യൻസിയുടെ വാല്യൂ അനുസരിച്ച് നമ്മൾ പറയും എഫിഷ്യൻസി 100% ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇറ്റ് ഈസ് എ ഐഡിയൽ മെഷീൻ എന്ന് പറയും, ഐഡിയൽ മെഷീൻ എന്ന് പറയും. ഓക്കെ, അതുപോലെ എഫിഷ്യൻസി ഗ്രേറ്റർ ദാൻ 50% ആണെങ്കിൽ, എഫിഷ്യൻസി ഗ്രേറ്റർ ദാൻ 50% ആണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നത്? റിവേഴ്സിബിൾ മെഷീൻ എന്ന് പറയും, റിവേഴ്സിബിൾ മെഷീൻ. ഓക്കെ, ഇഫ് ദ എഫിഷ്യൻസി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50%, ഇഫ് ദ എഫിഷ്യൻസി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50% നമ്മൾ എന്ത് പറയുന്നത്? നോൺ റിവേഴ്സിബിൾ മെഷീൻ അല്ലെങ്കിൽ സെൽഫ് ലോക്കിംഗ് മെഷീൻ എന്ന് പറയും. നോൺ റിവേഴ്സിബിൾ മെഷീൻ ഓർ നമ്മളതിന് വേറെ പേരാണ് സെൽഫ് ലോക്കിംഗ്, നോൺ റിവേഴ്സിബിൾ മെഷീൻ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ്? സെൽഫ് ലോക്കിംഗ്. അപ്പോൾ നമ്മളോട് ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മളോട് ഇവിടെ ലെസ് ദാൻ 50 എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്, ലെസ് ദാൻ 50 ആണ്. സോ ലെസ് ദാൻ 50 ആയതുകൊണ്ട് നമുക്ക് പറയാം, നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ദ നോൺ റിവേഴ്സിബിൾ മെഷീൻ, ഇറ്റ് ഈസ് എ നോൺ റിവേഴ്സിബിൾ മെഷീൻ. സോ ക്വസ്റ്റ്യൻ നമ്പർ 29. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഈസ് ഹാഫ് ദി സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണോ? അല്ല. 1/4 ഓഫ് ദി സെൻട്രിപിറ്റൽ ഫോഴ്സ് അല്ല. ഡബിൾ ദി സെൻട്രിപിറ്റൽ ഫോഴ്സ് അതല്ല. എന്താണ്? ഈക്വൽ ടു ദി സെൻട്രിപിറ്റൽ ഫോഴ്സ്. നമ്മൾ പറഞ്ഞു മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു എന്താണ്? സെൻട്രിപിറ്റൽ ഫോഴ്സ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി സെൻട്രിപിറ്റൽ ഫോഴ്സ്. അപ്പോൾ ഇവിടെ വേറൊന്നും പറയാത്തതുകൊണ്ട് നമുക്ക് മാഗ്നിറ്റ്യൂഡ് എന്ന് തന്നെ അസ്യൂം ചെയ്യാം. ഇനി ഡയറക്ഷൻ പറയുകയാണെങ്കിൽ ആക്ച്വലി രണ്ടും ഈക്വൽ അല്ല, കാരണം എന്താ? രണ്ടിൻ്റെയും ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്, പക്ഷേ വാല്യൂ എന്താണ്? സെയിം ആണ്. പക്ഷേ തന്ന 4 ഓപ്ഷനിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഏതാണ്? ഈക്വൽ ടു ദ സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്നുള്ള ഓപ്ഷൻ തന്നെയാണ്. ഓക്കെ, ക്ലിയർ. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 30. എ വെയിറ്റ് ഓഫ് 1000 Newton, a weight of 1000 Newton is lifted by an effort P തന്നിട്ടുണ്ട്, എത്രയാണ്? 90 Newton. Okay, if the velocity ratio of the machine is 15, velocity ratio is equal to എത്രയാണ്? 15. then നമ്മളോട് ചോദിച്ചിട്ടുള്ളത് the machine is, ആ മെഷീൻ ഐഡിയൽ ആണോ, റിവേഴ്സിബിൾ ആണോ, നോൺ റിവേഴ്സിബിൾ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇംപെർഫെക്റ്റ് നോക്കണ്ട. സോ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ എഫിഷ്യൻസി കണ്ടുപിടിക്കുക. എന്താ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഡിവൈഡ് ബൈ വെലോസിറ്റി റേഷ്യോ. എന്താ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഡിവൈഡ് ബൈ എഫേർട്ട്, 1000 ഡിവൈഡ് ബൈ 90 ഡിവൈഡ് ബൈ വെലോസിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ 15. ഓക്കെ ആണല്ലോ? സോ 1000 ഡിവൈഡ് ബൈ 15 into 90, 1000 divided by 15 into 90, 1000 divided by 15 into 90, 0 z cancelled, 15 100 വെച്ചാൽ ഇവിടെ 3 വരും, and here is 20. സോ നമുക്ക് എന്ത് കിട്ടും? 20/27. ഓക്കെ, 20/27 എന്ന് പറയുമ്പോൾ എന്താണ്? 27ൻ്റെ ഹാഫിനേക്കാളും കൂടുതലാണ് 20. ഇവിടെ നോക്ക്, 27ൻ്റെ ഹാഫിനേക്കാളും കൂടുതലാണ് 20. സോ ഈ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 0.5 ആയിരിക്കും അല്ലേ? ഈ വാല്യൂ എന്തായിരിക്കും? അറൗണ്ട് 20/27 എന്ന് പറയുമ്പോൾ ഏകദേശം 0.7 ഒക്കെ വരും. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0.5 ആണ്. ഗ്രേറ്റർ ദാൻ 0.5 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? അതിൻ്റെ എഫിഷ്യൻസി എന്താണ്? ഗ്രേറ്റർ ദാൻ 50% ആയിരിക്കും അല്ലേ? 0.5 എന്ന് പറഞ്ഞാൽ 50%. അപ്പോൾ 0.5നേക്കാളും കൂടുതൽ എന്ന് പറഞ്ഞാൽ 50%നേക്കാളും കൂടുതലായിരിക്കും അതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. സോ 50%നേക്കാളും കൂടുതലാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ റിവേഴ്സിബിൾ മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. അപ്പോൾ നമ്മൾ 30 ക്വസ്റ്റ്യൻസ് നമ്മൾ പെട്ടെന്ന് മാക്സിമം ക്വസ്റ്റ്യൻസിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഒക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, അതാണ് പെട്ടെന്ന് പറഞ്ഞു വന്നത്. സോ നമ്മൾ 30 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യനുകളോ ഇതുമായി റിലേറ്റ് ചെയ്ത് ഏതെങ്കിലും ടോപ്പിക്കുകളിൽ നിങ്ങൾക്ക് ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.